നമസ്കാരം, മണി മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ പുതിയ GST റേറ്റുകൾ ആപ്ലിക്കബിൾ ആയിട്ട് വരാൻ പോവുകയാണ്. അപ്പം എന്താണ് GST 2.0, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ്സുകാർ എന്തൊക്കെയാണ് അവരുടെ സിസ്റ്റത്തിൽ ഉണ്ടാക്കേണ്ട ചേഞ്ചസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. അതായത് പണ്ട് GST 2017 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയൊട്ടാകെ ഒരേ റേറ്റ് എല്ലാ വസ്തുക്കൾക്കും, പണ്ട് നിലനിന്നിരുന്നത് വ്യത്യസ്തമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും റേറ്റ് സ്പെസിഫൈ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. അത് മാറി ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും ഒരേ റേറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന രീതിയിലാണ് GST കൊണ്ടുവന്നത്. അപ്പം അന്ന് GSTയിൽ 4 റേറ്റാണ് നിലനിന്നിരുന്നത്. അതായത് ഒന്ന് 5%, 12%, 18%, 28%. ഇങ്ങനെ 4 സ്ലാബ് റേറ്റിലായിരുന്നു GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് 2 റേറ്റിലേക്ക് ചുരുക്കിയിട്ടുണ്ട്, 5%, 18%. അപ്പോൾ ഇതുകൂടാതെ സൂപ്പർ ലക്ഷറി ഗുഡ്സിനും അതുപോലെ തന്നെ സിൻ ഗുഡ്സ് അങ്ങനെയുള്ളതിനൊക്കെ ഒരു 40% എന്നുള്ളൊരു സ്ലാബും നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാ കമ്മോഡിറ്റീസും എസെൻഷ്യൽസും എല്ലാം 5% അല്ലെങ്കിൽ 12% എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇതുകൂടാതെ GST എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സും ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്രയും ചേഞ്ച് വരുമ്പോൾ നമുക്കിപ്പോൾ GSTയിലെ റേറ്റിലുണ്ടായ റിവിഷൻ, അതുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ മീഡിയാസും ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ പ്രോഡക്ട്സിനാണ് GST റേറ്റ് കുറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെയാണ് കൂടിയിട്ടുള്ളത്, ഇതെല്ലാം ഓൾറെഡി നമ്മുടെ ന്യൂസിലെല്ലാം വന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മറിച്ച് നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ ഈ വന്നിരിക്കുന്ന മാറ്റങ്ങളെ അവരുടെ ബിസിനസ്സിൽ എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെ ഗുഡ്സിലാണോ ഡീൽ ചെയ്യുന്നത് ആ ഗുഡ്സിൻ്റെ HSN കോഡ് അനുസരിച്ചിട്ട് നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിൽ പോയി ഇതിന് എന്താണ് റേറ്റിൽ വന്നിരിക്കുന്ന റിവിഷൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതായത് പല ഗുഡ്സും 12% എന്നും 28% എന്നുള്ള 2 സ്ലാബുകൾ നീക്കം ചെയ്തപ്പോൾ ആ സ്ലാബിൽ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുഡ്സും ഒന്നെങ്കിൽ 18%ലേക്കോ അല്ലെങ്കിൽ 5%ലേക്കോ മാറും, അതല്ലെങ്കിൽ എക്സംപ്റ്റഡിലേക്ക് മാറും. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് സെപ്റ്റംബർ 22 ശേഷം വീണ്ടും പഴയ ബില്ലിംഗ് സിസ്റ്റം തന്നെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സെപ്റ്റംബർ 22 ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ് ആയിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 22 തൊട്ട് നിങ്ങൾ ബില്ല് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനും ആ പുതിയ റേറ്റ് ഏതാണോ നിങ്ങളുടെ പ്രോഡക്റ്റിന് സെപ്റ്റംബർ 22 തൊട്ട് ആപ്ലിക്കബിൾ ആകുന്ന റേറ്റ്, അത് മാത്രമേ നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്ട്സ്, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ പുതിയ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ചിലപ്പോൾ പുതിയ റേറ്റ്, ടാക്സ് റേറ്റ് അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷേ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്കും നമ്മൾ വിൽക്കുമ്പം പുതിയ റേറ്റിലേ വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അതായത് നിലവിൽ എനിക്ക് 18% അല്ലെങ്കിൽ 28% ഞാൻ വാങ്ങിച്ച സിമെൻ്റൊക്കെ പോലുള്ള ഗുഡ്സ് ഉണ്ട്, ഞാൻ വാങ്ങിച്ചു വെച്ച ഗുഡ്സാണ്. അപ്പോൾ അത് 18% വരുമ്പം എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് 18%, 28 ഞാൻ വാങ്ങിച്ച സാധനം ഞാൻ 18 വിൽക്കുമ്പോൾ എനിക്ക് നഷ്ടം വരുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നവും നമുക്കില്ല. നമ്മൾ 28% കൊടുത്താണ് വാങ്ങിച്ചതെങ്കിൽ ആ ഇൻപുട്ട് നമുക്ക് എവിടെ എടുക്കാൻ പറ്റും? ഈ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ 18 ഒരു സാധനം വിൽക്കുന്നതെങ്കിൽ 28 നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് ഫുള്ളായിട്ടും നമുക്ക് ഈ 18% വിൽക്കുമ്പോഴും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സ്ട്രാ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത സെയിലുമായിട്ട് അത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ചത് 5% അല്ലെങ്കിൽ 12% അല്ലെങ്കിൽ 28%, 18%, ഏത് കാറ്റഗറിയിലുള്ള ഗുഡ്സ് ആയിക്കോട്ടെ, അതിൻ്റെ റിവൈസ്ഡ് റേറ്റ് വരുമ്പോൾ അത് എക്സംപ്റ്റഡ് കാറ്റഗറിയിലല്ല പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എത്രയാണോ നിങ്ങൾ ഇൻപുട്ടിന് വേണ്ടി അടച്ച ടാക്സ്, അത് നിങ്ങൾക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് ലഭിക്കും. ആ പൈസ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടാക്സ് പേ ചെയ്യാനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി
നിങ്ങൾ ഓൾറെഡി ടാക്സബിൾ ആയിട്ടിരുന്ന ഒരു ഗുഡ് ഇപ്പോൾ എക്സംപ്റ്റഡ് കാറ്റഗറിയിലേക്ക് കുറേ മെഡിസിൻസ് ഒക്കെ ഇപ്പോൾ എക്സംപ്റ്റഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുഡ്സ് ആണെങ്കിൽ നിലവിൽ ടാക്സബിൾ ആയിട്ടൊരു ഐറ്റം ഇപ്പോൾ എക്സംപ്റ്റഡ് കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 22 തൊട്ട് അതിൻ്റെ പുറത്ത് ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ നിലവിൽ എടുത്തിരിക്കുന്ന ഇൻപുട്ട് എത്രയാണോ അത് റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് നമുക്ക് റേറ്റിൽ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങൾക്കറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HSN കോഡ് അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഗുഡ്സിലാണോ ഡീൽ ചെയ്യുന്നത് അതിൻ്റെ പുതിയ റേറ്റുകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക. ആ റേറ്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് 2 റേറ്റേ ഉള്ളൂ, 5%, 12%. പിന്നെ 40% ഈ പാൻ മസാല, സിഗരറ്റ്, ബീഡി, അതുപോലെ ഏരിയേറ്റഡ് ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെ വരുന്നതിന് 40% എന്ന റേറ്റ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ റേറ്റ് മനസ്സിലാക്കി നമ്മുടെ സെപ്റ്റംബർ 22 മുന്നേ തന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ, നിങ്ങളുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ വേണ്ട ചേഞ്ചസ് വരുത്തി അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം MRPയിൽ വിൽക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ MRPയിൽ വിൽക്കുന്ന പ്രോഡക്ട്സിനും ടാക്സ് റേറ്റ് കൊണ്ട് അതിന് റിവിഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 12-ൽ നിന്ന് 5-ലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 28-ൽ നിന്ന് 18-ലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, MRPയിൽ വിൽക്കുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ MRP റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് എത്രയാണോ ടാക്സിൽ ഉണ്ടായിരിക്കുന്ന കുറവ്, ആ ടാക്സിൽ ഉണ്ടായിരിക്കുന്ന കുറവ് അത് കസ്റ്റമറിന് പാസ് ഓൺ ചെയ്യണം. അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ടാക്സ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ പഴയ റേറ്റിൽ തന്നെ വിറ്റ് ആ പൈസ നമ്മൾ വാങ്ങിയിട്ട് ഒരിക്കലും അത് ഗവൺമെൻറ്റിന് അടയ്ക്കാതിരിക്കുക എന്നുള്ളൊരു സിസ്റ്റമല്ല. നിങ്ങൾ സെപ്റ്റംബർ 22 തൊട്ട് വിൽക്കുന്ന എല്ലാ പ്രോഡക്ട്സിനും എന്താണോ പുതിയ റേറ്റ് ആപ്ലിക്കബിൾ ആ റേറ്റിൽ തന്നെ GST കളക്ട് ചെയ്യുക, അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക. ഗവൺമെൻറ് എന്ത് റേറ്റാണോ കുറച്ചിരിക്കുന്നത് ആ റേറ്റിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് അത് കസ്റ്റമറിലേക്ക് പാസ് ഓൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ MRP പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ MRPയുടെ റേറ്റ് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്കിലെ MRP മാറ്റി പ്രദർശിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഡിസംബർ 31 വരെ ഗവൺമെൻറ് ടൈം അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ MRPയിൽ പഴയ റേറ്റും കാണണം, അതുപോലെ തന്നെ റിവൈസ് ചെയ്ത് വരുന്ന റേറ്റും കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് അത് പുതിയ MRP പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നമ്മളുടെ എന്തൊക്കെ അൺസോൾഡ് സ്റ്റോക്ക് ഇരിപ്പുണ്ടോ അതിൻ്റെ MRPയിൽ എന്താണോ ചേഞ്ച് വന്നിരിക്കുന്നത് ആ ടാക്സ് റേറ്റ് കൊണ്ടുണ്ടായ മാറ്റം നിങ്ങളൊരു സ്റ്റിക്കറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്ത് പഴയ MRP കാണുന്നതും ഇപ്പോൾ അതായത് ടാക്സ് കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എത്രയാണ് MRP എന്നുള്ളതും പ്രിൻ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് വിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം പുതിയ ടാക്സ് വരുന്ന അന്നത്തെ ഡേറ്റ് തൊട്ട് നിങ്ങൾക്ക് കസ്റ്റമറിനെ നിന്ന് അത് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണോ ഗവൺമെൻറ് കസ്റ്റമറിന് കൊടുത്തിരിക്കുന്ന ബെനിഫിറ്റ് അത് കസ്റ്റമറിന് തന്നെ പാസ് ഓൺ ചെയ്യുക. പഴയ റേറ്റിന് തന്നെ സാധനം വിൽക്കരുത്. അങ്ങനെ വിറ്റാൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ലീഗൽ കോംപ്ലിക്കേഷൻസും പെനാൽറ്റീസും ഒക്കെ വരാനായിട്ട് ഇടയാക്കും. അപ്പോൾ എത്രയാണോ ടാക്സ് കൂടിയ പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് MRP കൂട്ടാം. ആ ടാക്സ് എത്രയാണോ കൂടിയിരിക്കുന്നത് ആ പൈസ കൂട്ടാൻ സാധിക്കും. ഇനി ടാക്സ് കുറഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ MRP ആ എത്രയാണോ ടാക്സ് കുറഞ്ഞ പൈസ അതിനനുസരിച്ചിട്ട് കുറച്ച് വിൽക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ വേണ്ട ചേഞ്ചസ് വരുത്തുക. സ്റ്റോക്കിൽ ഇരിക്കുന്ന പ്രോഡക്ട്സിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാഫിനെ കറക്റ്റായിട്ട് ഇത് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സ്റ്റാഫാണ്. അപ്പോൾ നമ്മൾ അവരെ തീർച്ചയായിട്ടും ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് ഇതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരെ ഇതിന് എക്യൂപ്പ് ആക്കുക. സെപ്റ്റംബർ 22 വളരെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ ഇതിന് വേണ്ടതായിട്ടുള്ള ചേഞ്ചസ് വരുത്തുക. പുതിയ സെപ്റ്റംബർ 22 തൊട്ട് ബില്ല് ചെയ്യുമ്പോൾ എല്ലാവരും പുതിയ റേറ്റിൽ തന്നെ ബില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.